എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 73, ശ്ലോകം 9 തൊട്ട് 16 വരെ 8 ശ്ലോകങ്ങൾ. അങ്ങനെ ആ ജരാസന്ധന്റെ ജയിലിൽ നിന്ന് മോചിതരായ ആ രാജാക്കന്മാര് ഭഗവാന്റെ ആ സുന്ദര രൂപം അങ്ങോട്ട് കണ്ട് അവര് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് അവർക്ക് ശരിക്കും വിരക്തി വന്നു. അത്രയും രാജപദവിയിലിരുന്ന് സുഖിച്ചുകൊണ്ടിരുന്നിരുന്നാണ് എല്ലാം മറന്ന് ആ രാജാക്കന്മാര്. രാജ്യം എല്ലാം നഷ്ടപ്പെട്ടപ്പോ അവർക്ക് മനസ്സിലായി ഇതെല്ലാം നശ്വരമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ജരാസന്ധനോട് ഒന്ന് ദേഷ്യമല്ല തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കാരണമാണല്ലോ ഇങ്ങനെ ഒരു ഭഗവത് ഭക്തി ഉണ്ടായതെന്നുള്ള അങ്ങനെ അവർക്കൊരു സന്തോഷമാണ് തോന്നിയത്. ഭഗവാനെ സ്തുതിക്കുന്നു അവര്. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 9. ഓം നമോ ഭഗവതേ വാസുദേവായ. നൈനം നാഥാന്വസൂയാമോ മാഗധം മധുസൂദന അനുഗ്രഹോയൽഭവതോ രാജ്ഞാം രാജ്യച്യുതിർ വിഭോ. അവര് പറയണു, ഹേ നാഥ, ഹേ മധുസൂദന, ഹേ വിഭോ, ഞങ്ങളുടെ രാജ്യാദി ഭോഗങ്ങൾ അപഹരിച്ച ഈ ജരാസന്ധനെ കുറിച്ച് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കോപമൊന്നുമില്ല, അസൂയ ഒന്നുമില്ല ജരാസന്ധനോട്. എന്തുകൊണ്ടെന്നാൽ രാജാക്കന്മാരുടെ രാജ്യനാശം അങ്ങയുടെ അനുഗ്രഹം ലഭിക്കാനുള്ള മാർഗമായിട്ട് കലാശിച്ചു. ഞങ്ങൾക്ക് ആ രാജ്യമെല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അങ്ങയുടെ അനുഗ്രഹം ലഭിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജരാസന്ധനോട് യാതൊരു ദേഷ്യമോ വൈരാഗ്യമോ അസൂയോ ഒന്നുമില്ല എന്ന് പറയുന്നവര്. രാജ്യ ഐശ്വര്യമതോന്നദ്ധോ നശ്രേയോ വിന്ദതേ നൃപ ത്വന്മായാമോഹിതോ നിത്യാ മന്യതേ സമ്പത്തോ ചലാഹ. രാജ്യവും അതിൽ നിന്നുള്ള മുതലെടുപ്പും വർദ്ധിച്ചു വരുംതോറും വിചാരശക്തി കുറഞ്ഞു വന്ന് എന്തും പ്രവർത്തിക്കാൻ ഒരുങ്ങി പുറപ്പെടുന്ന രാജാവിന് ശ്രേയസ് ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, അവിവേകം വർദ്ധിച്ചു വരുംതോറും ഭഗവാനെ അവിടുത്തെ ജഗന്മോഹിനിയായ മായാശക്തിയാൽ മോഹിക്കപ്പെട്ടവനായ നൃപൻ ക്ഷണഭങ്കുരങ്ങളായ സമ്പത്തുകളൊക്കെ ശാശ്വതങ്ങളാണ് എന്ന് വിചാരിച്ചു തുടങ്ങുന്നു. ഇതെല്ലാം ശാശ്വതമാണ്. അതെങ്ങനെ ഐശ്വര്യത്തിന്റെ ആ ഉന്നത സിംഹാസനത്തിൽ ഇരിക്കുകയാണ് അവര്. എല്ലാം സുഖം എല്ലാം കൊണ്ടും എന്താ വേറെ ഒന്നും ചിന്തിക്കണില്ല. അപ്പൊ വിവേകമൊക്കെ ഇങ്ങനെ നശിച്ചു പോവാണ്. എന്നും ഇതൊക്കെ ഉണ്ടാവുന്ന അതൊക്കെ ശാശ്വതാണെന്നാണ് അപ്പൊ തോന്നുകയാണെന്ന്. ഇങ്ങനെ നിത്യ അനിത്യങ്ങൾ വേർതിരിച്ചറിയാനുള്ള ശക്തിയുടെ അഭാവ നിമിത്തം എന്ത് ചെയ്തും സമ്പത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കണം എന്ന് മാത്രമാണ് ഒരു മൂഢനായ രാജാവ് തോന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജാവിന് എങ്ങനെ ശ്രേയസ് ഉണ്ടാവുക? അതുകൊണ്ട് രാജ്യ ഐശ്വര്യം പ്രായേണ വിവേകത്തെ വർദ്ധിപ്പിക്കുന്നതാണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയവര്. മൃഗതൃഷ്ണാം യഥാ ബാല മന്യന്തൗദകാശയം ഏവം വൈകാരികീം മായാം അയുക്താവസ്തു ചക്ഷതേ. മരുഭൂമിയില് സൂര്യകിരണങ്ങൾ തട്ടി താപം അങ്ങനെ ചൂട് കൂടി കൂടി വരുമ്പോ അതിലൊരു ജ്വാല ഉണ്ടാവും, ഒരു പ്രകാശം. ആ കാനൽ ജലത്തെ വിചാരശക്തി കുറഞ്ഞ ചെറു പൈതങ്ങള്, അപ്പൊ അവർക്കത് അറിയില്ല, കുട്ടികൾക്കൊന്നും അറിയില്ല. ദൂരെ നിന്ന് കാണുമ്പോ എന്താ തോന്നുക, ഹായ് നല്ലൊരു ജലാശയാണ് എന്ന് വിചാരിച്ച് അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകും. അവിടെ അടുത്ത് ചെല്ലുമ്പോഴേ അറിയണത് അതല്ല എന്നുള്ളത്. അതുപോലെ ശബ്ദസ്പർശ രൂപ രസഗന്ധാദി രൂപേണ പരിണമിച്ചിരിക്കുന്ന അവിടുത്തെ ഈ മായയെ, അതായത് ക്ഷണഭങ്കുരങ്ങളായ രൂപാദി വിഷയങ്ങളെ തിരിച്ചറിയാൻ അശക്തരായ അവിവേകികള് ശാശ്വത പദാർത്ഥങ്ങൾ എന്ന് വിചാരിക്കണം. ആ മായയെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. അവിവേകികളായിട്ടുള്ള അവര് ഇതെല്ലാം ശാശ്വതമായിട്ടുള്ളതാണ് എന്ന് വിചാരിക്കണു. വയം പുരാ ശ്രീമദ നഷ്ടദൃഷ്ടയോ ജിഗീഷയാസ്യായിതരേതരസ്പൃഥ ഘ്നന്ദ പ്രജാസ്വാ അതിനിർഘൃണാ പ്രഭോ മൃത്യും പുരസ്ത്വാ വിഗണയ്യ ദുർമദാഃ. ഹേ സ്വാമി, ഞങ്ങൾ ഇതിനു മുമ്പ് രാജ്യ ഐശ്വര്യ സഹിതരായിരുന്ന കാലത്ത് ഐശ്വര്യം എന്ന തിമിര രോഗത്താൽ
ന്യായ അന്യായങ്ങളെ തിരിച്ചറിയാനുള്ള ആ വിചാരശക്തിയാകുന്ന കണ്ണിന് കാഴ്ചയില്ലാത്തവരായി ഭവിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഒന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഐശ്വര്യത്തിന്റെ അതിലങ്ങനെ മുഴുകി മുഴുകി അങ്ങനെ കഴിയായിരുന്നു. അപ്പോഴെന്താ, പിന്നെയും സമ്പത്ത് വർദ്ധിപ്പിക്കണം, ഈ ഭൂമി മുഴുവനും എന്റെ വശത്താക്കണം എന്നുള്ള ആശ നിമിത്തം പരസ്പരം മത്സരിച്ച് ഞങ്ങളുടെ പ്രജകളെ എത്രയോ നശിപ്പിച്ചു. യുദ്ധം നടത്തിയിട്ട് ആ രാജ്യം കൂടി സ്വന്താക്കണം, അതും കൂടി എന്റെ ആക്കണം എന്നുള്ളതില് യുദ്ധം ചെയ്ത് സാധാരണക്കാരായിട്ടുള്ള ആ പ്രജകളെ, എത്രയോ പ്രജകളെ അങ്ങനെ ആ യുദ്ധത്തില് ഞങ്ങള് വധിച്ചു. അവരുടെ പ്രാണഹാനി വരുത്തുന്നതിൽ ഒരു കാരുണ്യവും ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നില്ല. ഒരു ലേശം പോലും കാരുണ്യം ഞങ്ങളന്ന് കാണിച്ചിരുന്നില്ല. ഞങ്ങളെ ശിക്ഷിക്കാനുള്ള ആ ദണ്ഡധരനായിട്ടുള്ള ഇന്ദിരുവടി മുൻഭാഗത്തിലുണ്ട് എന്നുള്ള വിചാരമില്ലാതെ ദുരഹങ്കാരികളായി തന്നെ കാലം കഴിച്ചു ഞങ്ങള്. തയേവ കൃഷ്ണാദ്യ ഗഭീരരംഭസ ദുരന്ത വീര്യേണ വിജാലിതാശ്രിയ കാലേന തന്വാ ഭവതോനുകമ്പയാ വിനഷ്ടദർപ്പാശ്ചരണോ സ്മരാമതേ. അല്ലയോ കൃഷ്ണ ഭഗവാനെ, അത്ര ദുരഹങ്കാരികളായിരുന്ന ആ ഞങ്ങൾ തന്നെയാണ് ഇപ്പോതാ ഇന്ദിരുവടിയുടെ പാദപത്മങ്ങൾ സ്മരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ആരുടെ നേരെയും തടസ്സമില്ലാതെ പ്രവേശിക്കുന്ന ഇന്ദിരുവടിയുടെ കാലം എന്നു പേരായ ആ ഗംഭീര ശക്തി ഞങ്ങളുടെ അഹങ്കാരത്തിന് കാരണമായിരുന്ന രാജ്യ ഐശ്വര്യങ്ങള് ഞങ്ങളിൽ നിന്ന് അപഹരിച്ചു. അപ്പോ വിവേകം ഉണ്ടായി. ഇപ്പോ അങ്ങയുടെ പാദങ്ങള് സ്മരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജ്യയോഗം അനർത്ഥത്തിനും രാജ്യനാശം ഇന്ദിരുവടിയുടെ അനുഗ്രഹലാഭത്തിനും മാർഗമാണെന്ന് ഞങ്ങൾക്ക് അനുഭവമായി. അധോ ന രാജ്യം മൃഗതൃഷ്ണിരൂപിതം ദേഹേന ശശ്വൽപതദാരുജാംഭുവ ഉപാസിതവ്യം സ്പൃഹയാമഹേ വിഭോ ക്രിയാഫലം പ്രേത്യ ച കർണരോചനം. അതുകൊണ്ട് ഞങ്ങള് ഈ ലോകസുഖത്തെയും മരിച്ചതിന് ശേഷമുള്ള സ്വർഗസുഖത്തെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് രണ്ടും സ്ഥിര സുഖസ്ഥാനങ്ങളല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ശരീരം നിമിഷം തോറും ക്ഷയിക്കുന്നതും ഇരിക്കുന്ന കാലത്തിൽ തന്നെ ബഹുവിധ രോഗങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനവുമാകുന്നു. ഇത്ര നിസ്സാരമായിരിക്കുന്ന ഈ ശരീരം എപ്പോൾ തീരെ നശിക്കുന്നുവോ അതിനുശേഷം ഈ രാജ്യം കൊണ്ട് എന്താ ഫലം? മരിച്ചതിന് ശേഷം അനുഭവിക്കാവുന്ന സ്വർഗസുഖം സമ്പാദിക്കാൻ ഈ രാജ്യ ഐശ്വര്യം സഹായിക്കും എന്നാണ് ഞങ്ങള് വിചാരിച്ചിരുന്നത്. സ്വർഗാദിഭോഗങ്ങളും ഒക്കെ വർണ്ണിച്ചിങ്ങനെ കേൾക്കുമ്പോഴേ കർണത്തിന് കുറെ സുഖമുണ്ട് എന്ന് മാത്രല്ലാതെ എന്താ ഒരു വിശേഷം? പുണ്യത്തിന്റെ നാശത്തിലെ സ്വർഗസുഖവും ഉപേക്ഷിച്ച് വീണ്ടും ഈ മർത്യലോകത്തിൽ തന്നെ വരണം. ഇങ്ങനെ നശ്വരമായ ഉഭയലോക സുഖത്തെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അവർക്ക് വൈരാഗ്യം വന്നു. അതാണ് തം സമാധിശോഭായം യേനദേ ചരണാബ്ജയോ സ്മൃതിർയഥാ ന വിരമേ അപി സംസരതാമിഹ. ഹേ ഭഗവൻ, ഞങ്ങള് പുനരാവൃത്തിരഹിതമായ പദത്തെ പ്രാപിക്കാൻ അർഹരല്ല. ഈ ലോകത്തില് ഇനിയും ഞങ്ങള് ജനിച്ചും മരിച്ചും സങ്കടം അനുഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എത്രത്തോളം ഞങ്ങൾക്ക് ജനന മരണങ്ങള് ഉണ്ടോ അത്രയും കാലം അവിടുത്തെ പാദപത്മങ്ങൾ ചിന്തിക്കുന്ന വിഷയത്തിൽ ഏതു വിധമായാൽ മനസ്സിന് മടുപ്പ് വരാതിരിക്കുമോ അങ്ങനെയുള്ള ഒരു ഉപായം ഞങ്ങളോട് അരുളി ചെയ്യണമേ. എത്രയെത്ര ജന്മങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും ആ ജന്മങ്ങളിലെല്ലാം അവിടുത്തെ തൃപ്പാദങ്ങളില് അചഞ്ചലമായ ഭക്തി ഉണ്ടാവണേ എന്ന് അവര് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമ്മളെല്ലാവരും ചെല്ലാറുള്ള ഈ ശ്ലോകം ഇതാ. ഈ രാജാക്കന്മാര് ആ ഭഗവാനിലുള്ള ഭക്തി കുറച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ്. സർവപാപങ്ങളെയും വേരോടെ നശിപ്പിക്കുന്നവനും നമസ്കരിക്കുന്നവരുടെ ജനന മരണ ക്ലേശത്തെ തീർക്കുന്നവനും സകല ജീവജാലങ്ങളെയും പരിപാലിക്കുന്നവനുമായ പരമാത്മാവായ ഹേ കൃഷ്ണ, ഹേ ഹരേ, ഹേ വാസുദേവ, ഹേ ഗോവിന്ദ, നിന്തിരുവടിക്കായിക്കൊണ്ട് എപ്പോഴും നമസ്കാരം. അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ഭക്തന്മാരായിട്ടുള്ളവര് മുഴുവനും ഈ ശ്ലോകം ചൊല്ലിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കും.
ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.